നമ്മുടെ പഴയ കാരണവന്മാരെ നാട് വിട്ട് കാട് തേടിപ്പോയത് ഒരുപക്ഷെ ഈ നാടിൻ്റെ വളർച്ചയുടെ വലിയ വിഹായസുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാടിൻ്റെ വലിയ വിഹായസുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവർ നാട് വിട്ട് വീട് വിട്ട് പുറത്തു പോയത്. അതിൻ്റെ പിറകിലെ ഒരു പഴയ നിയമ ജനതയുടെ തീർത്ഥാടന സ്വഭാവമുണ്ട്. സഭ എന്നും തീർത്ഥാടകയാണ്. ആ തീർത്ഥാടക സ്വഭാവം പിന്നീട് പ്രകടിപ്പിച്ച മേഖലകളാണ് മിഷൻ ലീഗും മിഷണറി സൊസൈറ്റിയും ഒക്കെ. ഇവിടെ നിന്നാൽ പോരാ, മണ്ണ് വെട്ടി റബ്ബർ നട്ടാൽ പോരാ, കപ്പ നട്ട് കപ്പ പറിച്ചാൽ പോരാ, ദൈവരാജ്യം നട്ട് ദൈവാത്മാക്കളെ സ്വർഗത്തിലേക്ക് കണ്ടെത്തണമെന്നുള്ള വലിയ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടല്ലേ നിങ്ങൾ ഏത് മിഷൻ പ്രദേശത്ത് ചെന്നാലും നിങ്ങൾ 10 പേരെ എണ്ണിയാലും, മിഷണറിമാരെ എണ്ണിയാലേ അതിൽ 5-ൽ കൂടുതൽ പാലക്കാടാണ്. ഈ മണ്ണിൻ്റെ മക്കളാണ്. സന്യാസമൂഹങ്ങളെ നിങ്ങൾ എടുത്തു, മിഷൻ രൂപതകളെ നിങ്ങൾ എടുത്തു. ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ 35-ൽ കൂടുതൽ മെത്രാന്മാര് പല രൂപതക്കാരായിരുന്നു. പല രൂപതയിൽ നിന്നുള്ള മെത്രാന്മാര് ഉഴുതുമറിച്ചതാണ് ഇന്ന് നോർത്ത് ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾ, നോർത്ത് ഈസ്റ്റ് മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. അതിനെ ഊർജം കണ്ടെത്തിയത് ഈ അൽഫോൻസമ്മയുടെ കബറിടവും ചെറുപുഷ്പ മിഷൻ ലീഗും ഒക്കെ ആണെന്നുള്ളത് ആർക്കും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ കഴിയാത്തതാണ്. അതുകൊണ്ട് മിഷനറി പ്രവർത്തനങ്ങളുടെ മേഖലയിലെ പാലാരൂപതയുടെ സ്ഥാനം പീഠത്തിൽ വെച്ച വിളക്കിൻ്റെ സ്ഥാനമാണ്. അത് കുറയാൻ പാടില്ല, അത് കൂടുതൽ നമുക്ക് വേണം. ഞാൻ അപ്പസ്റ്റോലിക് വിസിറ്റേറ്ററായിട്ട് 2014 നിയമിതനായപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കാർഡിനൽ പെയ്ദ്രോ പെറലിൻ മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഞാൻ റോമിലെ റിപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞേച്ചാൽ മതി. യുവർ മൈഗ്രൻസ് ആർ മിഷണറീസ്, യുവർ മിഷണറീസ് ആർ ബിൽഡിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ്. യുവർ മൈഗ്രൻസ് ആർ മിഷണറീസ് ആൻഡ് യുവർ മിഷണറീസ് ആർ ബിൽഡിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സിറോ മലബാർ സഭയുടെ വിഹായസുകളിലേക്കുള്ള വളർച്ച ഈ 2 സത്യങ്ങളാണ്. മണ്ണ് വെട്ടിപ്പിടിക്കാനും റബ്ബർ നടാനും വിട്ടവരല്ല തിരുവിതാംകൂറിലെ പാലക്കാര്. അവർ ദൈവരാജ്യം പടുത്തുയർത്താൻ പോയവരാണ്. ആ ദൈവരാജ്യം പടുത്തുയർത്തിയതിൻ്റെ ഫലമാണ് ഇന്ന് മലബാറിലെ ദൈവവിളികൾ, സന്യാസമൂഹങ്ങളുടെ ദൈവവിളികൾ. അതുകൊണ്ട് പാലാരൂപതയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് കാണുന്നൊരു കാഴ്ചപ്പാട് സിറോ മലബാർ സഭയുടെ ദൈവവിളികളുടെ ഊർജം പകർന്ന ഊർജ സ്രോതസ്സാണ് ഈ ഭരണങ്ങാനവും ഈ പാലാരൂപതയും അൽഫോൻസമ്മയുടെ ഖബറിടമൊക്കെ. ഇന്ന് സുവിശേഷത്തിൽ നിങ്ങൾ വായിച്ചു കേട്ടു, കർത്താവിൻ്റെ ശിഷ്യന്മാര് ഒരു രോഗിയെ അപ്പൻ കൊണ്ടുവന്നതാണ്, സുഖപ്പെടുത്താൻ പഠിച്ച പണി 18 നോക്കിയിട്ട് വിജയിച്ചില്ല. അതാണ് ഇന്നത്തെ സുവിശേഷം. കർത്താവ് സ്ഥലത്തില്ലായിരുന്നു. ശിഷ്യന്മാരെ പൊടിക്കൈയൊക്കെ നോക്കിയിട്ട് പരാജയപ്പെട്ട സമയത്താണ് കർത്താവ് വരുന്നത്. കർത്താവിനോട് കുഞ്ഞിൻ്റെ അപ്പം പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പഠിച്ച പണി 18 നോക്കിയിട്ട് പിശാച് ഒഴിഞ്ഞു പോയിട്ടില്ല. കർത്താവ് അവർ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ പോയി. നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഈ പിശാചിനെ പുറത്താക്കാമായിരുന്നു. കർത്താവ് പറഞ്ഞു, പുറത്തു പോകുക. ആ കുഞ്ഞിൽ നിന്ന് പിശാച് വിട്ടുപോയി. ഒരുപക്ഷെ ഈ പാഠം പഠിച്ചത് കൊണ്ടായിരിക്കണം പത്രോസ് പിന്നീട് നടപടിയുടെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം മനോഹരമായിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്. സ്വർണമോ വെള്ളിയോ എനിക്ക് തരാനില്ല, സ്വർണമോ വെള്ളിയോ എനിക്ക് തരാനില്ല, മരിച്ചവരിൽ ഉയർത്ത കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, സുഖപ്പെടുക.
നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് മടങ്ങുക. സിറോ മലബാർ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളും സിറോ മലബാർ സഭയുടെ മുൻപിലുള്ള ചക്രവാളങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ പോയി, നിങ്ങളുടെ വിശ്വാസം ബലക്ഷയപ്പെട്ടു, നിങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് അൽഫോൻസമ്മയുടെ ഖബറിടത്തിൽ ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻസമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം, സഹനങ്ങളെ സ്നേഹമായി കാണാനുള്ള കൃപ നൽകണേ. സഹനങ്ങൾ കൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്താനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സഹനങ്ങളില്ലാത്തൊരു ലോകം സ്വപ്നം കാണുന്നവരെ നരകത്തിലേക്കുള്ള പാതിയിൽ ദ്രുതഗതിയിൽ യാത്ര ചെയ്യുകയാണ്. സഭയുടെ സഹനങ്ങളെല്ലാം തന്നെ സഭയെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വേണം. പൗലോസ് അപ്പസ്തോലനോട് കർത്താവ് പറഞ്ഞത് അതാണ്. പൗലോസ് അപ്പസ്തോലൻ സങ്കടപ്പെട്ട് കർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. കൃപയ്ക്ക് പകരം വേറെ എന്ത് വെച്ചാലും ഒന്നും ആകില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ. ഞങ്ങൾ അഭിമന്യ പിതാക്കന്മാരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ വളരെ വലുതാണ്. പക്ഷെ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നത് വിശ്വാസം കൊണ്ടാണ്. ഞാൻ ബലഹീനനും പാപിയുമാണ്. ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ എനിക്കൊന്നേന്നും കൂടെ പറയാൻ ആഗ്രഹമുള്ളൂ. ഞങ്ങൾ മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും മാത്രം ശക്തി കൊണ്ടോ നിങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി കൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കില്ല. നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് തിരിയണം. നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ഞാൻ പറയും, നമ്മളെ പഠിപ്പിച്ചത് സെമിനാരികളിലെ ദൈവശാസ്ത്ര അധ്യാപകരൊന്നുമല്ല, നമ്മുടെ ചാച്ചനും അമ്മച്ചിയുമാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങളതിനെ ഒരു അഹങ്കാരമായിട്ട് എടുക്കരുത്. ഞാൻ ഇന്നും ജപമാല ചെല്ലുമ്പോൾ ലുത്തിനിയെ കഴിയാതെ ഇരിക്കില്ല. എൻ്റെ അച്ഛന്മാർ എന്നേക്കാൾ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ ഇരിക്കില്ല. ഇരിക്കാത്തതിനൊറ്റ കാരണമുള്ളൂ, എൻ്റെ അമ്മ പിറകിലുണ്ടെന്നുള്ള പേടിയാണ്. കൊന്ത കഴിയാതെ നീ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ചിട്ടയായിട്ട് നമ്മളെ വളർത്തിയ കാരണവന്മാരുടെ തറവാടിത്തമാണ് നമ്മുടെ സഭയുടെ കുലീനത്വം. ആ കുടുംബങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ കുടുംബങ്ങളുടെ പൈതൃകങ്ങൾ, കുടുംബ പ്രാർത്ഥനയോടുള്ള ഇഷ്ടം. ഞങ്ങൾ ജോൺ പോൾ മാർപ്പാപ്പയെ കണ്ടപ്പോൾ മാർപ്പാപ്പ ഞങ്ങൾ ആദിലീമിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിലെ അനുദിന പ്രാർത്ഥന, നിങ്ങളുടെ ജനം കാണിക്കുന്ന അനുദിന ബലിയോടുള്ള അമിതമായ അടുപ്പം. 3, മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾ കാണിക്കുന്ന തീവ്രമായ ആഗ്രഹം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ സഭയുടെ വ്യക്തിത്വമാണ്. നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അനുദിന ബലിയോട് ഭ്രാന്തമായ അടുപ്പം കാണിക്കുന്നവരെ, 1, 2, 3 കുർബാനകൾ കാണാൻ കൊതി കാണിക്കുന്ന ഒരു തലമുറയിലെ പെട്ടവരാണ് നമ്മുടെ കാരണവന്മാർ. അതുപോലെ തന്നെ മിഷന് എന്തുണ്ടെങ്കിലും മിഷന് പോകണമെന്നുള്ള ചിന്ത വളർത്താൻ നമ്മുടെ കാരണവന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ശക്തി നമുക്കത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ കാരണമാകട്ടെ. ബലഹീനനും പാപിയുമായ എന്നെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അൽഫോൻസമ്മയുടെ ഖബറിടത്തിൽ നിങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ സിറോ മലബാർ സഭയെ കാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കിനിയും ധാരാളം ദൈവവിളികൾ വേണം. നമുക്ക് ധാരാളം മിഷണറിമാർ വേണം. നമുക്ക് ധാരാളം ഉഴുതും മറിച്ച് വിത്ത് വിതയ്ക്കാൻ ഇടമുണ്ട്. നമുക്ക് ആളുകൾ വേണം. അതുകൊണ്ട് വിളവധികം വേലക്കാരോ ചുരുക്കം എന്ന കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇവനെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയത്. കർത്താവ് ശാസിക്കും, നമ്മൾ കേൾക്കാം. ഇന്നത്തെ നടപടിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. മനോഹരമായിട്ട്
സഭ വളർന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണിത്. സഭ വളർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി കരം കോർക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് കാവലായിരിക്കട്ടെ.